അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സയ്യിദ് ഷാഹിദ് തങ്ങളാണ്. ഞാൻ ഇന്ന് എൻ്റെ ഒരു സഹോദരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. സുബ്ഹാനല്ലാഹ്, ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ ആകെ പ്രയാസത്തിലായി. കാരണം എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ തങ്ങളേതാണോ, ഹാമിദ് തങ്ങൾ സയ്യിദ് അവറുൽ ഏതാണോ എന്നും അറിയാതെ ഒരുപാട് ആഭാസത്തരങ്ങൾ വിളിച്ച് പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത്. ഹലോ, അസ്സലാം വലൈക്കും ചങ്കാളെ. നിങ്ങൾക്കൊരു രസം കേൾക്കണം. മാണിക്ക കലായഞ്ച പുകരാളെ. ഞാനിച്ച് ശ്വാസം മുട്ടിയിട്ട് ഞാൻ പോകാനൊരു വാക്കില്ല ഡോക്ടർമാരെടുത്ത്. അതിൻ്റെ തുണക്കാറ്റ് പറഞ്ഞ അമിതാത്ത അങ്ങനെ ഒരു പിന്നെ തങ്ങളുണ്ട് പാണ്ടിക്കാട്. എന്താ അയാളെ പേരൊന്നും അറിയില്ല. ആ തങ്ങൾ ഇപ്പം കേടിയും കിട്ട തങ്ങൾ പാണ്ടിക്കാട് മേരെ കൊടക്കാട്. അതിൽ അവിടെ ചെന്ന് ആറ്റക്കോയത്തങ്ങളാണ് പോലെ മാണിക്ക കല്യാളെ വല്ലാത്തൊരു ആറ്റക്കോയത്തങ്ങളായി. അതിൻ്റെ അടുത്ത് ചെന്ന് 150ാമത്തെ ആ സഹോദരി പറയുന്നുണ്ട്, പാണ്ടിക്കാട് കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരുന്നു. പാണ്ടിക്കാട് എന്താ അയാളെ പേരൊന്നും അറിയില്ല. ആ തങ്ങൾ ഇപ്പം കേടിയും കിട്ട തങ്ങൾ പാണ്ടിക്കാട് മേരെ കൊടക്കാട്. അതന്നെ പച്ച കള്ളമാണ്. പച്ച കള്ളം എന്ന് പറഞ്ഞാൽ പച്ച കള്ളത്തരം വിളിച്ച് പറയാം. കാരണം ഹാമിദ് തങ്ങൾ അടുത്ത് വരാൻ ഒരുപാട് ആളുകൾ മാസങ്ങളോളം വിളിച്ച് ബുക്ക് ചെയ്തിട്ടാണ് സയ്യിദ് അവറുകളെ കാണാൻ പറ്റുന്നത്. ഈ സഹോദരി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ഹാമിദ് തങ്ങളെ നമ്പർ ആരുടെയും കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. പൊന്നാരഞ്ച മാണിക്ക കല്യാളെ, ഇഞ്ച കാല് സുഖമില്ലായിട്ട് കുറേ കാലയിക്കണ്. എത്രങ്ങാനും മരുന്ന് കുടിച്ച് നിങ്ങൾ ആ മോലിയാരെ നമ്പറൊന്ന് വിട്ടു തരേണ്ടിട്ട് ഇഞ്ച കാല് വേദന ഒന്ന് മാറാനാ. അതിൻ്റെ അടുത്ത് പോയാൽ മാറുമെങ്കിൽ പോകേനി. പിറ്റേത്തെ ദിവസം തന്നെ ഹാമിദ് തങ്ങളെ പോയി കണ്ടുകിടുന്നാണ് പറയുന്നത്. അത്രക്കും മോശമായ ഒരു വീഡിയോ ആണ് ഞാൻ കാണാൻ ഇടയായത്. അയാളെ തന്ത കുത്തുന്നൊക്കെ കൊടിന്റെ മുകളിൽ കാക്കച്ചിയാളല്ല തന്ത കുത്തുന്ന ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് വഹി കിട്ടി എന്ത് തന്തന്റെ തലയായക്ക് വഹി കിട്ടിയത്. പിന്നെ അയാളെ പറഞ്ഞ് എല്ലാ മോരിയന്മാരും പിന്നെ വാട്സാപ്പിലുണ്ട്, പിന്നെ യൂട്യൂബിലുണ്ട്. ഓർക്ക് പൈസ കിട്ടാനാ എല്ലാ മോരിയന്മാരും യൂട്യൂബിലുണ്ടായിരുന്നു. അയാൾക്കെന്താ പെണ്ണുങ്ങളെ കിട്ടാനാ യൂട്യൂബിലുണ്ട്. അയാൾ കാണുന്ന ആൾക്കാരോടൊക്കെ അയാളെ പിന്നെ ഇത് കൊടുക്കുക, ഏത് കവർ കൊടുക്കുക, തേൻ കൊടുക്കുക, പാല് കൊടുക്കുക, പിന്നെ അയാൾ വെള്ളം ഊതി കൊടുക്കുക, പിന്നെ അയാൾ എല്ലാവർക്കും പൈസ ഇടാൻ അയാളെ ഫോണിന്റെ ഇത് കൊടുക്കുന്നത്. അപ്പൊ എന്നെ പേരുണ്ടല്ലോ. കാരണം എൻ്റെ വാപ്പാനെയും അതുപോലെ തന്നെ എൻ്റെ ഉമ്മാനെയൊക്കെ പറഞ്ഞിട്ട് ഇറക്കിയ ഒരു വീഡിയോ ആണ് കണ്ടത്. ആ അഹ്ലു ബൈത്ത് സയ്യിദ് ആറ്റക്കോയ തങ്ങൾ പാപ്പാക്ക് ഹാമിദ് തങ്ങൾ മാത്രമല്ല, വേറെ ഉണ്ട് 5 മക്കള്. അള്ളാഹു അത് അഹ്ലു ബൈത്തായി ഇറക്കിയതാ. അതിൻ്റെ ഇടയിൽ പെണ്ണുങ്ങളെ കാര്യവും പറഞ്ഞിട്ട് അതുപോലെ തന്നെ സമ്പത്തിന്റെ കാര്യവും പറഞ്ഞിട്ട് ആ സഹോദരി അതിൽ പറയുന്നുണ്ട്. ആ സഹോദരിയുടെ കയ്യിലുള്ള 100 രൂപക്ക് വേണ്ടി സയ്യിദ് അവറുകൾ നോക്കി നിൽക്കുകയാണ്. ഇയാൾ ഈ 100 റുപ്യേരെ കജ്ജ് പൊടിച്ചിട്ട് 100 റുപ്യമൊക്കെ നോക്കും, ഇഞ്ച മുഖത്തേക്കും നോക്കും. അപ്പം ഇന്നെ പറ്റാ അയാൾ ചെറിയ പക്കാരത്തിയല്ലല്ലോ. ഞാൻ പറഞ്ഞു, ഉസ്താദെ തങ്ങൾ ഉസ്താദെ അങ്ങനെ ശ്വാസം മുട്ടിയിട്ട് ഒരുപാട് സ്ഥലത്ത് പോയി മാറായിട്ട് പോകുന്നതാണ് ഞാൻ. അയാൾ ആ ഭാഗത്തൊക്കെ കൊഞ്ചിലിൻ്റെ പൈസ ഒക്കെ നോക്കും. അവസാനം അയാളായിട്ട് ഒരു പാത്രത്തിലുണ്ട് കുറച്ച് പൊന്ന് കാണുക. ഒരു വേറൊരു ചങ്ങായി എത്തുന്ന ഇതെത്ര മാലുണ്ട് നോക്കിയാ, ഇതെത്ര കമ്മലുണ്ട്, ഇഞ്ഞും കമ്മലുണ്ട്, ഇഞ്ഞും മാലുണ്ട്, ഇഞ്ഞും മോതിരണ്ട്. ആ ബാണി മാത്രം ഞാൻ കുറേ കുത്തുന്നുകാണ്ട് ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകും. എന്തൊക്കെ ആഭാസത്തരങ്ങളാണ് വിളിച്ച് പറയുന്നത്. ആരെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് അതിൻ്റെ മുറ പോലെ പറയണം. കാരണം ഈ വീഡിയോ ഇരുന്നിട്ട് ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് നിങ്ങൾ എൻ്റെ വാപ്പാക്കും അതുപോലെ തന്നെ എൻ്റെ ഉമ്മാക്കൊക്കെ പറയുന്നത് കേട്ടത്. തന്തിയും തറപാടില്ലാത്ത ഇല്ലാത്ത ഏത് തന്തല്ലാത്ത നായ്ക്കുണ്ടായ മനസ്സിലാവോ തങ്ങളല്ല. തന്തല്ലാതെ ഉണ്ടായ ഓ കള്ളച്ചെട്ടതിനെ പോണ കള്ളുടിച്ചില്ല കോപാലല്ലേ. ആര് ചെന്നാലും സലാത്ത് പത്തി ചെല്ലിക്കോളി. മരിച്ചു പോവേണ്ടതാണ് നിങ്ങളൊക്കെ അറിഞ്ഞാൽ ഊഹാഭോഗം വെച്ച് അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു? നിങ്ങൾ വീഡിയോ ഇറക്കുന്നു. നിങ്ങൾക്ക് ആവശ്യം നിങ്ങളെ യൂട്യൂബ് റീച്ചാകലാണ്. അതൊരു അഹ്ലു ബൈത്തിനെ വെച്ചെന്നെ കളിക്കണോ? എന്തിനാണ്
എൻ്റെ എന്താ ഉപ്പാനെ വിളിച്ച് പറയുക, അതുപോലെ തന്നെ എൻ്റെ കുടുംബങ്ങളെ വിളിച്ച് പറയാ ആ മനുഷ്യന് അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്ന്. ഈ സ്ത്രീയോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു കാര്യമുണ്ട്. നീ കൊടക്കാട് വന്നിട്ടുണ്ടെങ്കിൽ, അത്രയും ജനങ്ങൾ അങ്ങോട്ട് വരുന്നതുണ്ടെങ്കിൽ അവിടെ അള്ളാഹു നിഅമത്ത് കൊടുത്തുകൊണ്ട് തന്നെയാണ്. അല്ലാതെ ഈ ഹാമിദ് തങ്ങളെ പത്താരെ വിളിച്ച് തല്ലിക്കും, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ അവിടെ ചെന്ന് ഇങ്ങനെ ചെയ്താൽ മതി എന്ന് മറ്റുള്ളവരോട് ഈ വീഡിയോയില് പിന്നെ മുടി വെട്ടിക്കുന്നു, അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് വെമ്പ് വിളിച്ചിരുന്നു നിങ്ങൾ. ആള് തങ്ങളൊന്നല്ലായി കണക്കൻ ചാത്ത മാർക്കത്ത് കൂടിയതാ. ഞാൻ അയാളുണ്ട് നിന്റെ പൊന്നാര മണിക്കാരൻ എൻ്റെ അന്നത്തെ സമയം പോയി അയാളെ തൊഴിലപ്പല അടിച്ചട് കൊച്ചു. ഞാൻ പറഞ്ഞ സത്യാവസ്ഥ നോണിയല്ല. ഇഞ്ഞപ്പോഴത്തെ ഒരു 10 പെണ്ണുങ്ങൾ ഇയാളെ ഒരു പൂട്ടിട്ട് കപ്പാട് അയാളെ കൂടിയിട്ട് അയാളെ അണപ്പല്ലടിച്ചു. എന്ത് മോദിയാൽ അയാൾ എന്ത് പുറക്കത്തും കുരുക്കത്തൊക്കെ തൊട്ടത്. ബേക്കിലുണ്ട് 2 ബാലുണ്ടല്ലോ മുടിന്റെ വാല്, അതിന് വെട്ടിയിട്ട് അയാളെ നല്ലോണം ചവിട്ടത്ത് 4 പൂച്ചണം. ആറ്റപ്പോയ തങ്ങൾക്ക് ഇന്നുണ്ട് 5 മക്കള്. മനസ്സിലായോ? കാര്യങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് വീഡിയോ ഇറക്കുക. അല്ലാതെ എനിക്ക് ഈ സയ്യിദ് അവറുകളെ പേരിൽ ഞാനൊരു വീഡിയോ ഇട്ടാൽ എനിക്ക് വലിയ റീച്ചിലേക്ക് ഞാൻ പോകുമെന്ന ഒരു ചിന്താഗതിയാണ് ഈ സ്ത്രീക്ക് ഉണ്ടായത്. ഈ സ്ത്രീയുടെ പഴയ വീഡിയോകളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്താൽ അറിയാം. ഞങ്ങള് നല്ല വലിയ പേരൊക്കെ കയറ്റി ഒരാഴ്ച സമാധാനായി പോയി. പിന്നിട്ട് പണിയില്ല, ആകെ കച്ചറിയും. വീട്ടിന് വർക്കത്തില്ല, ഇല്ല കച്ചറി വരുമാനമുണ്ട്, പണി തോരാത്തൂല, പണിക്ക് പോകാനും വെച്ച ഇല്ല, കഴിയില്ല. കുട്ടികൾക്കൊന്നും സ്കൂൾക്കും പോകാൻ തോന്നില്ല. ഇല്ല. കാരണം ഈ സ്ത്രീ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സ്ത്രീ അഹ്ലു ബൈത്തിനെയാണ് പറയുന്നത്. പല കോലത്തിലും പല രീതിയിലും വേട്ടയാടുമ്പോഴോ ഞങ്ങളൊക്കെ ഇതേ സീറ്റിലും ഇതേ തൊപ്പി അണിഞ്ഞിരിക്കുന്നത് ഞങ്ങളിൽ ഹക്ക് ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതേ രീതിയിൽ നിൽക്കുന്നത്. ആർക്ക് എന്ത് തെളിയിക്കാനുണ്ടെങ്കിലും എന്തിനും എവിടെയാണെങ്കിലും ഞങ്ങൾ വരും, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരിക. അല്ലാതെ നിങ്ങൾ ഈ കമന്റുകളിൽ അല്ലെ മെസ്സേജുകൾ നിനക്ക് വിയർപ്പിന്റെ അസുഖമുണ്ടോ അല്ലെങ്കിൽ ജോലിക്ക് പോയിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്ക് ഞങ്ങൾക്ക് മറുപടി കൊടുക്കാൻ അറിയാനിട്ടല്ല. ഞങ്ങൾ ഇതേ സ്ഥാനത്ത് ഇതേ സീറ്റിൽ ഞങ്ങൾക്ക് അള്ളാഹു ഏൽപ്പിച്ചിരുന്ന ജോലി ഞങ്ങൾ ചെയ്തിരിക്കും. അതിന് ഞങ്ങളെ റൂഹ് പിരിയുന്നത് വരെ. അതിൻ്റെ ഇടയിൽ കുറെ സ്ത്രീകൾ വന്നിട്ട് ഈ എൻ്റെ വീഡിയോ ഒന്ന് റീച്ച് ആവണമെങ്കിൽ ഈ സയ്യിദ് അവറുകളെ പിടിച്ചാൽ മതി. പക്ഷെ ആ സയ്യിദ് അവറുകളെ പിടിച്ചോളി, പക്ഷെ വിവാദങ്ങളും വേണ്ടാത്തതും പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഇറക്കിയാൽ നാളെ നിങ്ങളും ഹിസാബ് അള്ളാഹിനോട് പറയേണ്ടി വരും. രാഗം ബാഗനും കൊലുവല്ലാവും യാസീനും സലാത്തുൽ ഫാത്തിഹ ചെല്ലിയൊക്കെയാണ് അള്ളാഹിന്റെ എത്തുന്ന കൊട്ടും അല്ല ആ കൊലവന്റെ എത്തുന്ന കൊട്ടുമെങ്കിൽ നിങ്ങൾ ചെല്ലണ്ട. പച്ച കൊലവനാണ് അയാള്. കൊലവെന്ന് പറയാൻ അയാൾക്ക് കുറച്ച് മുതലുണ്ടാക്കാനുള്ള പണി അയാൾ എടുക്കുക. അയാൾ ആദ്യം അയാൾ ആ ബേക്കിലുണ്ട് 2 ബാലുണ്ടല്ലോ മുടിന്റെ വാല്, അതിന് വെട്ടിയിട്ട് അയാളെ നല്ലോണം ചവിട്ടത്ത് 4 പൂച്ചണം. ആരെങ്കിലും ഇഞ്ചെടുത്തുകൊണ്ട് വരും. ഞാൻ പറഞ്ഞ ഞാൻ പോയി കണ്ട മനുഷ്യനാ. എല്ലാവരും വാട്സപ്പിലും ഗ്രൂപ്പിലും കണ്ടതില്ല. ഞാൻ അയാളെ കാൽക്ക കുത്തുന്ന മനുഷ്യൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇറക്കുമ്പോൾ ചിന്തിക്കുക, പറയുന്നത് എന്താണെന്ന് നല്ല ചിന്തിക്കുക. അഹ്ലു ബൈത്ത് തന്നെടോ, അഹ്ലു ബൈത്തായി അള്ളാഹു ജനിപ്പിച്ചു തന്നു തന്നെ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാ, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളോട് പല തവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചത്. പിന്നെ നിങ്ങളൊരു വാക്ക് പറയുന്നത് 25 കൊല്ലം കൊണ്ട് എങ്ങനെയാണ് തങ്ങളായി വന്നതെന്ന് കുറേ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്. 25 കൊല്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടിയിലുള്ള ജീവിതം, ഞങ്ങൾ കഷ്ടപ്പാടും കണ്ണീരുമായി ജീവിച്ച് ഞങ്ങൾ ഒരു നിലയിലെത്തിയപ്പോൾ ഞങ്ങൾ അവിടുന്ന് അഹ്ലു ബൈത്ത് ഉയരാൻ തുടങ്ങിയപ്പോൾ പലർക്കും അസൂയയോ പല കിബറും വന്നിട്ടാണ് നിങ്ങൾ ഈ വീഡിയോകൾ ഇറക്കുന്നത്. പല പെണ്ണുങ്ങളും ഇതിന് ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. സയ്യിദ് അവറുകൾ പറഞ്ഞതുപോലെ തന്നെ തളരൂല, അത് അങ്ങനെ തന്നെ നിലനിന്നു പോകും. ഞങ്ങളെ റൂഹ് പിരിയുന്നത് വരെ ഞങ്ങൾ ഈ തൊപ്പി ഞങ്ങൾ അഹ്ലു ബൈത്തുമായിട്ട് ഞങ്ങൾ ജീവിക്കും. നിങ്ങൾ ഇങ്ങനെയൊക്കെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുവുള്ളൂ, ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഭയന്നിട്ടോ ഞങ്ങൾ ഭയന്നിട്ട് ഒരിക്കലും ഇരിക്കുന്നില്ല. കാരണം നിങ്ങൾ അപഹാസങ്ങൾ കേട്ടിട്ടും ഞങ്ങൾ ഇതേ സീറ്റിൽ ഞങ്ങളെ ലൈവാണെങ്കിലും ഞങ്ങളെ ചികിത്സയാണെങ്കിലും അത് മുന്നോട്ട് തന്നെ ഞങ്ങൾ പോകും. പ്രത്യേകിച്ച് ആ സ്ത്രീയോട് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞത് വളരെ മോശമായ കാര്യങ്ങളാണ്. ഒരു അഹ്ലു ബൈത്തിനെയാണ് നീ പറയുന്നത്, അത് നല്ല മനസ്സിലാക്കണം. ഇതിൻ്റെ അടിയിലും അഹ്ലു ബൈത്തിങ്ങൾ കൂടെയുണ്ട്.
എല്ലാവർക്കും ഹക്കറിയാം. പക്ഷേ എല്ലാവർക്കും വേണ്ടത് എന്താണ്? അവരുടെ ചാനലുകൾ റീച്ച് ആകുക. ഇന്ന് തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് സയ്യിദ് ഹാമിദ് തങ്ങളുടെ വിവാദങ്ങളാണ്. പെണ്ണുങ്ങളെ കാര്യം പറഞ്ഞു ആ സ്ത്രീയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കണ്ട പെണ്ണുങ്ങളെയും വെച്ച് ആ സയ്യിദിനെ അവരുകളെ പറഞ്ഞു കഴിഞ്ഞാൽ നാളെ അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് തരും. അങ്ങനെ നിങ്ങളെ 100 രൂപക്കൊന്നും സയ്യിദ് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളെ 100 രൂപ അല്ലെങ്കിൽ സയ്യിദിന് 100 രൂപ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് 75 രൂപ മറ്റുള്ളവർക്ക് കൊടുത്തേ ശീലമുള്ളൂ. അത് അങ്ങനെ തന്നെയാണ്. എല്ലാവരും ആരോട് അന്വേഷിച്ചാലും അത് മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് കൊടുക്കുള്ളൂ. അല്ല നിങ്ങളെ 100 രൂപയ്ക്ക് നോക്കിയിട്ട് എന്ത് കാര്യമുണ്ട്? നിങ്ങൾ പറയുമ്പോൾ പച്ച കള്ളങ്ങൾ നിങ്ങൾ വിളിച്ച് പറയരുത്. പറയുന്നത് ശ്രദ്ധിക്കണം. അള്ളാഹു നിങ്ങൾക്ക് തന്ന ആ ശ്വാസമുട്ട് രോഗം ഉണ്ടല്ലോ, അത് അവിടെ വന്നിട്ട് മാറില്ല നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നത്? നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ത് വർത്തമാനാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് സംസാരിക്കുക. കാരണം വീഡിയോ ഇറക്കിക്കോളി, അത് നിങ്ങളെ അവകാശമാണ്. നട്ടലില്ലാത്ത കുറെ ആണുങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞല്ലോ. ആ നട്ടലില്ലാത്ത ആർക്കാന്ന് ഇപ്പൊ മനസ്സിലായി. അപ്പം ഞാൻ എൻ്റെ മാപ്പിളിനോട് പറഞ്ഞ്, പൊന്നാര മനസ്സാ, ഞമ്മക്ക് ഏതായാലും നമ്മളിവിടെ കുത്തിരിക്കല്ലേ, കുറച്ചു നേരം ആ കാനാലാപ്പൊട്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നതാ. മാപ്പിളില്ലാത്തവർക്കൊക്കെ വന്നാൽ ഇവിടെ കുട്ടികളുണ്ടായി പോകും. അങ്ങനത്തെ ശൈലി മാഷാ അല്ലാ. ഇപ്പം ആ കാലൊക്കെ കഴിഞ്ഞിട്ട് ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ഇരുന്നിട്ട് നിങ്ങൾ പറയണമെങ്കിൽ നിങ്ങളെ വീട്ടിലുള്ള ആളുകൾക്ക് നട്ടലില്ലാന്ന് എനിക്ക് മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി. അത് ചിന്തിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവരോടും പറയാനുള്ളത്, ഈ അഹ്ലു ബൈത്തായിട്ട് അള്ളാഹു ഞങ്ങൾക്ക് ജന്മം തന്നിട്ടുണ്ടെങ്കിൽ മരണം വരെ അതിൽ തന്നെ നിലനിൽക്കും. പിന്നെ തല്ലാനും പിടിക്കാനൊന്നും നിങ്ങൾ ഇറങ്ങണ്ട. മനസ്സിലായോ? മറ്റുള്ളവർ പോയി തല്ലി നിങ്ങൾ കൊട്ടേഷൻ കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ വീഡിയോ ഇറക്കുമ്പോൾ അവിടെ പോയി തല്ലാൻ ആളുകളില്ലേന്ന്. എന്തുകൊണ്ടറിയോ? ആരും ഇങ്ങോട്ട് വരാത്തറിയോ? ഈ നാടിനും ഈ നാട്ടുകാർക്കും ഈ ജില്ലക്കാർക്കും ഞങ്ങൾ തങ്ങളെന്നറിയാം. അത് മനസ്സിലാക്കണം. അപ്പം അത് അങ്ങനത്തെ വീഡിയോകൾ ഇറക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ലൈലത്തുൽ ഖദറിന്റെ ദിനയാത്രകളിൽ ഒരു അഹ്ലു ബൈത്തിനെതിരെ നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അള്ളാഹു നിങ്ങളും ഹിസാബ് പറയേണ്ടി വരും. കണ്ട പെണ്ണുങ്ങളെ വെച്ചിട്ട് നിങ്ങൾ അവിടെ ഇങ്ങനെ നടക്കുന്നു നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അവിടെ സമ്പത്ത് അഹ്ലു ബൈത്തിന് അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അഹ്ലു ബൈത്ത് അതിൽ ദാനം ചെയ്യുന്നുണ്ട്. അത് യതീമക്കളെ ആയിട്ടും അതുപോലെ തന്നെ പാവപ്പെട്ടവരെ ആയിട്ടും ദാനം ചെയ്യുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹുവിനെ അറിയും. അതുപോലെ തന്നെ അറിയേണ്ടവർക്കും അള്ളാഹു ഇത് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു സന്തോഷം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പുണ്യമാക്കപ്പെട്ട ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ പ്രാർത്ഥന കൊണ്ട് മുഴുകേണ്ട നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.